കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ അതേ ക്രിസ്പിനെസ്സിൽ ഒരു മസാല ദോശ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതേ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. മസാല ദോശ ഉണ്ടാക്കാനായി 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 3/4 കപ്പ് ഉഴുന്നും കൂടി ചേർത്ത് ഒരു 1/4 കപ്പ് ഉലുവയും കൂടി ചേർക്കണം. ശേഷം വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്തി വെക്കുക. അരമണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സർ ജാറിലോട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. കഴിഞ്ഞാൽ 6 മണിക്കൂർ പുളിക്കാൻ വെക്കണം. 6 മണിക്കൂറിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇച്ചിരി മൈദ ഇട്ട് അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കുക. ഇത് ദോശയുടെ ക്രിസ്പിനെസ് കൂട്ടാനും നല്ലൊരു മസാല ദോശയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ പൊളിച്ചിട്ടുണ്ട്. ആ മൈദ കൂട്ടിലോട്ട് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ദോശ ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി പത്തിരി ഉണ്ടാക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് പാത്രം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്തതാണ്. പാത്രം ചൂടായി ഇച്ചിരി വെള്ളം തളിച്ച് തോർത്തി കൊടുക്കുക. തുണി വെച്ച് തോർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അരിമാവ് ഒഴിച്ച് ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല തിന്നാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പിനെസ് കിട്ടും ദോശയ്ക്ക്. നല്ല തിന്നാവും. ഇത് നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല അടിപൊളി ദോശ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാവും. ദോശ പരത്തി ഒരു 15 സെക്കൻഡ് ആകുമ്പോൾ അതിലിട്ട് എണ്ണ തളിച്ചു കൊടുക്കുക. അത് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആയതിനു ശേഷം ഇതുപോലെ മടക്കിയെടുത്താൽ മതി. അപ്പോൾ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മടക്കിയെടുക്കാം. ഞാനിപ്പോൾ മസാല ചേർക്കാതെ പ്ലെയിൻ ദോശയാണ് തയ്യാറാക്കിയത്, മസാല ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല ദോശയുടെ മസാല ഉണ്ടാക്കി അതിലോട്ട് വെച്ച് മടക്കി കഴിക്കാവുന്നതാണ്. നല്ല ക്രിസ്പിനെസ്സിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കുക. അടിപൊളി ക്രിസ്പി ദോശയാണ്. ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ച് നല്ല അടിപൊളി കഴിക്കാവുന്നതാണ്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി വ്യത്യസ്തമായ അടിപൊളി റെസിപ്പിയുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ ഓൾ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. അപ്പോഴാണ് ഞാൻ അടിപൊളി റെസിപ്പി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണാം.